ഗർഭധാരണത്തിന് അടിസ്ഥാനം എന്നത് സ്ത്രീ പുരുഷ ബന്ധം തന്നെയാണ്, അതായത് സെക്സ്. ഗർഭധാരണത്തിന് ശ്രമിച്ചാൽ പെട്ടെന്ന് ഗർഭം ധരിക്കുന്നവരും അല്ലാത്തവരുമുണ്ട്. എന്നാൽ ചിലർക്ക് ഗർഭധാരണം ഏറെ ബുദ്ധിമുട്ടുമാണ്. ഇതിന് അടിസ്ഥാനമായുള്ള ലൈംഗിക ബന്ധം എപ്പോൾ വേണമെന്നതിനെക്കുറിച്ച് പലർക്കും സംശയമാണ്. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ ദിവസവും ബന്ധപ്പെടണോ അതോ ഇത് ദോഷമാണോ തുടങ്ങിയ സംശയങ്ങൾ പലർക്കുമുണ്ട്. ഗർഭധാരണത്തിന് അടിസ്ഥാനമായുള്ളത് സെക്സ് ആണെങ്കിലും ഇത് എത്ര തവണ എന്നതിനേക്കാൾ എപ്പോൾ എന്നതാണ് പ്രധാനം. കൂടുതൽ തവണ ബന്ധപ്പെടുന്നത് കൊണ്ട് ഗർഭധാരണം നടക്കണമെന്നില്ല. നേരെമറിച്ച് ബന്ധപ്പെടുന്ന ദിവസം പ്രധാനമാണ്. ഇത് പുരുഷനെ സംബന്ധിച്ചുള്ളതിനേക്കാൾ സ്ത്രീയുടേതിനാണ് പ്രധാനം. എത്ര തവണ ബന്ധപ്പെട്ടാലും സമയം അനുകൂലമല്ലെങ്കിൽ ഗർഭധാരണം നടക്കില്ല. ഇതിന് അടിസ്ഥാനമായി വരുന്നത് സ്ത്രീയുടെ ഓവുലേഷനാണ്. ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം നടക്കുന്നത് ആർത്തവത്തോടനുബന്ധിച്ചാണ്. ഒരു ആർത്തവ ചക്രത്തിന്റെ പകുതിയിലാണ് സാധാരണ അണ്ടവിസർജനം നടക്കാറുള്ളത്. 28 ദിവസത്തെ ആർത്തവ ചക്രമെങ്കിൽ 14ാമത്തെ ദിവസം. ഇതിന്റെ നീളം കുറഞ്ഞാലും കൂടിയാലും ഇതിനനുസരിച്ച് ഓവുലേഷന്റെ ദിവസവും വ്യത്യാസപ്പെടും. ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം നടക്കുന്ന സമയത്തോട് അനുബന്ധിച്ച് ബന്ധപ്പെട്ടാലാണ് ഗർഭധാരണം നടക്കാൻ സാധ്യത. അണ്ടം 24 മണിക്കൂർ, ഇതല്ലെങ്കിൽ കൂടി വന്നാൽ 48 മണിക്കൂർ മാത്രമാണ് ജീവനോടെ ഉണ്ടാവുക. ഈ സമയത്ത് പുരുഷ ബീജവുമായി ചേർന്നാലാണ് ഗർഭധാരണം സംഭവിക്കുക. ഇതല്ലാതെ ഗർഭധാരണ സാധ്യതയില്ലെന്നർത്ഥം. ഇനി പുരുഷ ബീജം 5 മുതൽ 6 ദിവസങ്ങൾ വരെ ജീവനോടെ ഉണ്ടായിരിക്കും. ഈ സമയത്ത് അണ്ടം ലഭ്യമായാൽ ഗർഭധാരണം നടക്കുകയും ചെയ്യും. അതിനാൽ ഓവുലേഷന്റെ അന്നോ 48 മണിക്കൂറിലോ ബന്ധപ്പെട്ടാൽ ഗർഭധാരണം സാധ്യമാണ്. പുരുഷ ബീജം 5 ദിവസങ്ങൾ വരെ ജീവനോടെ ഉണ്ടാകുമെന്നതിനാൽ ഓവുലേഷൻ മുൻപായി 4 ദിവസം മുമ്പായി ബന്ധപ്പെട്ടാലും ഗർഭധാരണം സാധ്യമാണ്. ഇതിനാൽ തന്നെ എത്ര തവണ ബന്ധപ്പെട്ടു എന്നതിനല്ല, എപ്പോൾ എന്നതിനാണ് പ്രധാനം. അണ്ടോൽപാദനം നടക്കുന്ന സന്ദർഭത്തിൽ അല്ലാതെ ഏത് സമയത്ത് ബന്ധപ്പെട്ടാലും ഗർഭധാരണം സാധ്യമല്ല. ഓവുലേഷനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാണുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.